ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാ ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു അളവിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ. അപ്പോൾ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ്. ഇനി സമയമില്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ചിക്കൻ ഒരുപാട് ഹാർഡായി പോകാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഇത് പൊരിഞ്ഞ് കിട്ടും വേണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ സാവധാനം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ ഇവിടെ 2 സൈഡും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ ഹാർഡായി പോവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാർഡായി പോകാൻ പാടില്ല ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ രണ്ടാമത് ഇട്ട് കൊടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അല്പം വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ വറ്റൽമുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേ ഓയിലിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതൊന്ന് കുറച്ച് ഓയിൽ മാത്രം മതി. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഇതിന്ന് ഒഴിവാക്കാം കുറച്ച്. ഇത്രയും മതി കേട്ടോ. ഓയിൽ ഒരു 1.5-2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 15 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചെറിയുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഉള്ളിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോൾ അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക.
ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതായത് വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തത്, അത് 1.5 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ അതിൽ ക്രഷ്ഡ് ചില്ലി നിർബന്ധമാണ് കേട്ടോ. ഇതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത. അപ്പോൾ അതും ഒന്നങ്ങ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ഇത്രയും തന്നെ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസൊക്കെ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ആ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പുരണ്ടിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്